വെയിറ്റ് നമ്മൾ ഇന്ന് ആക്ച്വലി ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ സിനിമയുടെ സ്പോയിലേഴ്സിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോണത്. സോ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടതിന് ശേഷം വന്ന് ഈ വീഡിയോ കാണുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്പോയിലേഴ്സ് ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നത് തന്നെയാണ് കേട്ടോ. അത് അല്ലെങ്കിൽ നിങ്ങൾ സിനിമ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നത് തന്നെയാണ്. ഇനി കാണാത്തവരോട് ഞാൻ ഇത്രയും പറയുള്ളൂ, നമ്മൾ ഓൾറെഡി സ്പോയിലർ ഫ്രീ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. ഇനി ജസ്റ്റ് ഒരു സമ്മറി ഞാൻ പറയാം, എന്താണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നതെന്ന്. ഒബ്വിയസ്ലി സിനിമയുടെ കഥ, സിനിമ എങ്ങനെയാണ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്കിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ആരൊക്കെയായിരുന്നു കമിയോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിനകത്ത് എന്താണ് സംഭവിച്ചത്, ആൻഡ് ഫൈനലി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഡെഡ്പൂൾ എന്ന് പറഞ്ഞ ജീസസ് വന്ന് സേവ് ചെയ്തോ ഇല്ലയോ, മാർവൽ തിരിച്ചു വന്നോ, ജീവനോടെ ഉണ്ടോ, അതോ വീണ്ടും ചത്തോ, ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തന്നെ. സോ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഫക്കിംഗ് ഗോ. സോ ആദ്യം തന്നെ നമ്മൾ ഓരോരുത്തരും കാത്തിരുന്ന ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ടുള്ള മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ ഡെഡ്പൂൾ സേവ് ചെയ്തോ അല്ലെങ്കിൽ മാർവൽ തിരിച്ചു വന്നോ എന്നുള്ള കാര്യത്തിന്റെ എൻ്റെ മാത്രം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ നിങ്ങളോടൊരു ഒപ്പീനിയൻ പറയാം. മാർവലിനെ സേവ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ടതിനെപ്പറ്റി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ചെയ്ത് കാണുമായിരിക്കും. മേ ബി ആ ഒരു ഒറ്റൊരു ഫീലിംഗ് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു കോൺഫിഡൻറ്റോടെ ചെയ്തു എന്ന് പറയാൻ എനിക്ക് എന്താണെങ്കിലും ഈ സിനിമ കണ്ടതിനപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സിനിമയൊന്നും ആയിരുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു മേ ബി മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് പറയാവുന്നത് തന്നെയാണ് കേട്ടോ. അതായത് ഡെഡ്പൂൾ ആൻഡ് വുൾവർ എന്ന് പറഞ്ഞ ഒരു സിനിമ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ സേവ് ചെയ്തോ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, മാർവൽ തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് മാർവൽ ചത്തു എന്ന് എന്തായാലും ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, മാർവൽ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഡെഡ്പൂൾ ആണോ മാർവൽ ജീസസ്? കാരണം സിനിമയിൽ ത്രൂ ഔട്ട് റയാൻ റെനോൾഡ്സ് ഞാനാണ് മാർവൽ ജീസസ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനെക്കുറിച്ച് എനിക്ക് ഒരേ ഒരു ആൻസർ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഹീസ് എ ഫക്കിംഗ് ലയർ. കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് തന്നെ വൂൾവറിൻ പറയുന്ന ഒരു കാര്യം തന്നെയുണ്ട്. വൂൾവറിനോട് ഡെഡ്പൂൾ പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് എ എഡ്യൂക്കേറ്റഡ് വിഷ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഒറ്റൊരു വേർഡ് മാത്രം, ആ ഒരു ഒറ്റൊരു ഡയലോഗ് മാത്രമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഡെഡ്പൂൾ ആണോ മാർവലിൻ്റെ ജീസസ് എന്നുള്ളൊരു ക്വസ്റ്റിന് എനിക്ക് നിങ്ങളായിട്ട് ആൻസർ ചെയ്യാനുള്ളത്. കാരണം അത് സത്യം പറഞ്ഞാൽ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്. സിനിമയ്ക്ക് അത് ത്രൂ ഔട്ട് നമുക്കത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊരു എഡ്യൂക്കേറ്റഡ് വിഷ് മാത്രമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ നേരെ ലോഗൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ലോഗൻ തന്നെ പറയുന്നുണ്ട് യു ആർ എ ഫക്കിംഗ് ലയർ എന്നുള്ളൊരു കാര്യം തന്നെ. സോ അതിൻ്റെ ആൻസർ അതാണ്. ഇനി നമുക്ക് നേരെ ഈ സിനിമയുടെ കഥയിലേക്ക് നമുക്ക് നോക്കാം. സോ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞൊരു കിഡിലൻ, അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, ഒരു കിഡിലൻ ഇൻട്രോ ഫൈറ്റ് സീനിൽ കൂടി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് അതായത് ലോഗൻ സിനിമയുടെ അവിടെ ലാസ്റ്റ് നമ്മൾ ലോഗൻ മരിച്ച അവിടെ ആ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഡെഡ്പൂൾ ആ ഒരു കുഴി തോണ്ടിയിട്ട് ലോഗനെ തിരിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഫൈറ്റ് സീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല, ഒരു കിഡിലനായിട്ടുള്ളൊരു ഇൻട്രോ തന്നെയാണ് നമുക്ക് ആ ഒരു ആക്ഷൻ സീനിനെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് നമുക്ക് ഡെഡ്പൂൾ ലോഗൻ്റെ ക്ലോസ് ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു, വൂൾവറിൻ്റെ ആ ഒരു ക്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സീൻ അവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. സോ ടിപ്പിക്കലി സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ നമ്മുടെ സ്പോയിലർ ഫ്രീ റിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ഡെഡ്പൂൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സൂപ്പർ ഹീറോ ബിസിനസ്സിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. കാരണം 20th സെഞ്ച്വറി ഫോക്സിൽ നിന്ന് അതിപ്പോൾ ഡിസ്നി അക്യൂർ ചെയ്തതുകൊണ്ട് ഒരു മ്യൂട്ടൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ചൊരു വിവരം നമുക്കില്ല. കാരണം ഈ റീസെൻ്റ്ലി ആണ് അവർ MCU വന്നിട്ടുള്ളത്. ആൻഡ് അതേപോലത്തെ കുറേ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് നമുക്ക് സിനിമയ്ക്കകത്ത് ത്രൂ ഔട്ട് നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി പുള്ളിക്കാൻ ഇപ്പോൾ ഒരു കാർ സെയിൽസ്മാൻ ആണ്. ലൈഫൊക്കെ അങ്ങനെ പോകുന്നു. ഗേൾഫ്രണ്ട്, ഇപ്പോൾ പുള്ളിക്കാൻ്റെ ഗേൾഫ്രണ്ട് ഇല്ല, അവർ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്താണ് TVA വരുന്നത്. TVA നേരെ ഡെഡ്പൂളിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് അവിടെ വെച്ചിട്ട് പാരഡോക്സ് പറയുന്നു, നീ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം ലൈൻ എൻഡ് ചെയ്യാൻ പോവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ടൈം ലൈനിൻ്റെ ആങ്കർ പോയിന്റ് മരിച്ചുപോയി. അപ്പോൾ ഡെഡ്പൂൾ ആദ്യം ചോദിക്കും ഞാനല്ലേ ആങ്കർ പോയിന്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും നീ ഒരിക്കലുമല്ല, ആങ്കർ പോയിന്റ് വൂൾവറിനായിരുന്നു. സോ ബേസിക്കലി ലോഗൻ ഫിലിമിനകത്ത് വൂൾവറിൻ മരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വൂൾവറിൻ മരിച്ചത് കൊണ്ടാണ് ഈ ഒരു ടൈം ലൈനെ ആ ഒരു എക്സിസ്റ്റൻസിൽ നിന്ന് തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് പോകുന്നതെന്നാണ് പാരഡോക്സ് പറയാൻ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് പാരഡോക്സ് ഒരു കാര്യം പറയുന്നുണ്ട്, കാരണം പുള്ളിക്കാരന് TVയുടെ കൂടെ വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു പണി തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ മാക്സിമം 72 hours ഈ ഒരു എൻ്റെ ടൈം ലൈൻ പ്രൂൺ ചെയ്ത് തീർക്കുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. സോ അവിടെ വെച്ചിട്ടാണ് ആ ഒരു ടെംപാഡ് ഡെഡ്പൂൾ കട്ടെടുക്കുന്നു. പുള്ളിക്കാരൻ
പറയുന്നു നിങ്ങൾക്കൊരു ആങ്കർ പോയിന്റ് അല്ലേ വേണ്ടേ, ഞാൻ ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിൽ പോയിട്ട് അവിടെയുള്ള ഓരോ വൂൾവറിൻസിനെ ഞാൻ കണ്ടുപിടിക്കുക, അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് കമിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട് നമുക്ക് പല വൂൾവറിൻസിൻ്റെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭൂരിഭാഗം എല്ലാം ഹ്യൂ ജാക്ക്മാൻ്റെ വെർഷൻ തന്നെയാണ്. ആൻഡ് എനിക്ക് അതിനകത്ത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട പാച്ചിനെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എല്ലാവരും നേരത്തെ നമ്മുടെ വീഡിയോസിലും റൂമേഴ്സിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഡാനിയൽ റാഡിക്ലിഫ് ആകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഹ്യൂ ജാക്ക്മാൻ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെയാണ് നമുക്ക് ഹെൻറി ഫ്രിക്കിംഗ് കാവിലിൻ്റെ കമിയോ നമുക്ക് ലഭിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ വൂൾവറിൻ്റെ വെർഷന് നമുക്ക് കിട്ടിക്കുന്നുണ്ട്. ഫൈനലി ജസ്റ്റിസ് ഫോർ ഹെൻറി. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനകത്ത് നമുക്ക് ഹെൻറി കാവിലിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു സീനിനകത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ വൂൾവറിനും ഹൾക്കും തമ്മിട്ടുള്ളൊരു ഫൈറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ ഈ ഒരു അതായത് പുള്ളിക്കാരൻ്റെ വേൾഡിനെ മൊത്തത്തോടെ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വൂൾവറിൻ്റെ അടുത്ത് എത്തിച്ചേരുന്നു. ആൻഡ് ആ ഒരു വൂൾവറിനെ കൂട്ടിക്കൊണ്ട് തിരിച്ച് ടിവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുന്നു. സോ ബേസിക്കലി പാഡോക്സ് പറയുന്നു ഈ വൂൾവറിൻ ഹീ ലെറ്റ് ഡൗൺ ദ എൻറ്റയർ വേൾഡ് എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ കാരണമാണ് പുള്ളിക്കാരൻ്റെ വേൾഡ് ഈ ഒരു നിലയിലായിട്ടുള്ളത്. ഇത് ഏറ്റവും വൂൾവറിനിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള വൂൾവറിനാണെന്ന് പറയുന്നു. ആൻഡ് അവിടെ വെച്ചിട്ട് ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവുന്നു. സോ പാഡോക്സ് ഇവരെ രണ്ടുപേരെയും പ്രൂൺ ചെയ്തിട്ട് വോയിഡിലേക്ക് വിടുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. പിന്നെ സിനിമയുടെ ഭൂരിഭാഗം സംഭവിക്കുന്ന ഈ ഒരു വോയിഡിൽ തന്നെയാണ്. ആൻഡ് വോയിഡ് നമുക്ക് ഇതിനു മുമ്പ് ഫെമിലിയർ തന്നെയാണ്. നിങ്ങൾ ലോക്കി സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ പോയി വീഴുന്നത് വോയിഡിൽ തന്നെയാണ്. സോ പിന്നെ നമുക്ക് കുറച്ചധികം ആക്ഷൻ സീക്വൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അവിടെ വെച്ചാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അടുത്ത കമിയോ നമുക്ക് ലഭിക്കുന്ന മറ്റൊന്നുമല്ല ക്രിസ് ഇവാൻസിൻ്റെ ഹ്യൂമൻ ടോർച്ചിൻ്റെ ക്യാരക്ടറിനെ തന്നെ. ആൻഡ് ക്രിസ് ഇവാൻസ് തന്നെയായിരുന്നു ഒറിജിനൽ ഫാന്റാസ്റ്റിക് ഫോറിനകത്ത് ഹ്യൂമൻ ടോർച്ചിനെ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് പുള്ളിക്കാരൻ ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു ഇതിനകത്ത്. അതായത് റയാൻ റെനോൾഡ്സ് എന്നിട്ട് പറയുന്നുണ്ട് ഓക്കെ ഫൈനലി നമുക്ക് ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ കൂടെ ഉണ്ട്, അവഞ്ചേഴ്സ് അസംബിൾ എന്നൊക്കെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഉടനെ പറയും ഫ്ലെയിം ഓൺ. കാരണം ഫ്ലെയിം ഓൺ എന്ന് പറഞ്ഞ ക്യാച്ച് വേർഡ്സ് ആയിരുന്നു ഫാന്റാസ്റ്റിക് ഫോറിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ത്രോ ബാക്കും കൂടിയാണ് നമുക്ക് ഈ ഒരു സീനിൽ കൂടി അവർ നമ്മളെ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും പൈറോ എക്സ്മാനകത്ത് നമ്മൾ പൈറോയുടെ ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ട്. പൈറോ ഹ്യൂമൻ ടോർച്ചിനെ ഓവർ പവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിന് ശേഷം ഇവരെയൊക്കെ മറ്റേ മാഡ് മാക്സ് ഫ്യൂറി റോളിലെ പോലത്തെ ആ ഒരു വൈബാണ് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വേസ്റ്റ് ലാൻഡ്സ് ആണ് നമുക്ക് വോയിഡിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെയൊക്കെ കൂടി പിടിച്ചുകൊണ്ട് നേരെ കസാൻഡ്രയുടെ അടുത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് പിന്നീട് നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കസാൻഡ്ര നോവയുടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് കസാൻഡ്ര നോവ ചാൾസ് എക്സേവിയറിന്റെ അനിയത്തിയാണ്. സോ ബേസിക്കലി ഈ ഒരു വോയിഡ് റൂൾ ചെയ്യുന്നത് കസാൻഡ്ര നോവ തന്നെയാണ്. കാരണം പുള്ളിക്കാരി ഒരു ഒമേഗ ലെവൽ പവർ ഉള്ള ഒരു മ്യൂട്ടൻ തന്നെയാണ്. ചാൾസ് എക്സേവിയറിനെ പോലെ തന്നെ ഒത്തിരി രീതിയിലുള്ള മൈൻഡ് മാനിപ്പുലേഷൻ അതേപോലത്തെ കുറേ പവേഴ്സും കാര്യങ്ങളുണ്ട്. ആ കൂടി ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രമേ പുള്ളിക്കാരിയെ പിടിച്ചു നിർത്താൻ സാധിക്കുള്ളൂ. അത് ഒന്നില്ലെങ്കിൽ മാഗ്നറ്റോയുടെ ഹെൽമെറ്റ് വേണം. സോ രണ്ടാമത്തെ ഓപ്ഷൻ ജഗന്നട്ടിൻ്റെ തലയിലിരിക്കുന്ന ആ ഒരു ഹെൽമെറ്റ് വേണം. ഇതല്ലാതെ പുള്ളിക്കാരിയെ പിടിച്ചെടുത്താൻ കഴിയില്ല. കാരണം പുള്ളിക്കാരി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മ്യൂട്ടൻ ക്യാരക്ടർ തന്നെയാണ്. സോ ബേസിക്കലി ഡെഡ്പൂൾ കുറേയധികം വാചകടിയൊക്കെ പറയുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ടോർച്ച് കസാൻഡ്ര നോവയെക്കുറിച്ച് കുറേയധികം തെറിയൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. സോ ബേസിക്കലി ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു സ്കിന്ന് മൊത്തത്തിൽ ബോഡിയിൽ നിന്ന് പറിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ബ്ലഡ് ആൻഡ് ഗോർ ആയിട്ടുള്ളൊരു സീൻ തന്നെയായിരുന്നു. ആൻഡ് അതൊരു ഫണ്ണി ആയിട്ടുള്ളൊരു സീനും കൂടി തന്നെയായിരുന്നു. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കുന്നത്. സോ ബേസിക്കലി ഡെഡ്പൂൾ കുറേ കാര്യങ്ങൾ പറയുന്നു. അത് കേട്ടിട്ട് ഹ്യൂമൻ ടോർച്ചിനെ കസാൻഡ്ര നോവ കൊന്നു എന്നുള്ളൊരു കാര്യം അവിടെ സംഭവിക്കുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ അലോയിത്തും ഉണ്ട്. അലോയിത്തിനെ നമ്മൾ ആക്ച്വലി വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കി സീരീസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഗ്യാസ് മോൺസ്റ്റർ ആണ്. സോ ഇവര് ഗ്യാസ് മോൺസ്റ്റർ തിന്നട്ടെ എന്ന് പറഞ്ഞിട്ട് കസാൻഡ്ര നോവ കയറി പോകും. അവിടുന്ന് ഡെഡ്പൂളും വൂൾവറിനും കൂടി രക്ഷപ്പെട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് എത്തുന്നു. ആൻഡ് അവിടെ വെച്ചിട്ട് നമുക്ക് വേറൊരു റയാൻ റെനോൾഡ്സിൻ്റെ തന്നെ ഒരു വേർഷൻ ഓഫ് ഡെഡ്പൂളിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയൊരു പട്ടി ഡെഡ്പൂളിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഡോഗ് പൂൾ. ആൻഡ് അവിടെ വെച്ച് അവർ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഡെഡ്പൂൾ കോറിനെ കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഇവർ വീണ്ടും അവരുടെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു വോയിഡിൽ നിന്ന് പുറത്തേക്ക് പോകണം. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ വൂൾവറിനെ റിക്രൂട്ട് ചെയ്ത സമയത്ത് ഡെഡ്പൂൾ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിന്റെ യൂണിവേഴ്സ് നമുക്ക് ഒരുമിച്ച് സേവ് ചെയ്യാന്നുള്ളൊരു കാര്യം. ആൻഡ് അവിടെ വെച്ചിട്ട് ഡെഡ്പൂൾ പറയുന്നു മേ ബി നമുക്ക് സേവ് ചെയ്യാം.
സോ അത് വൂൾവറിന് ഇഷ്ടപ്പെടുന്നില്ല. അവിടെ മുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ എഡ്യൂക്കേറ്റഡ് വിഷ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്. ആൻഡ് വൂൾവറിൻ പറയുന്നു യു ആർ എ ഫക്കിംഗ് ലയർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് കുറേയധികം ഇടി കൂടുന്നു. ആൻഡ് അതിനുശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഇവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് നമ്മുടെ ഇലക്ട്രയും ബ്ലേഡും ഗാംബിറ്റിന്റെയും ആ ഒരു ഹൈഡൌട്ടിൽ കൊണ്ടുവന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ X-23 കൂടി ആണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് X-23 നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുള്ള ലോഗൻ സിനിമയ്ക്കകത്താണ്. ഇപ്പൊ ആ കുട്ടി വളർന്ന് പന്തലിച്ചിരിക്കുക. എന്തൊക്കെയാ പറയണം. ഇപ്പൊ ആ കുട്ടി വളർന്ന് വലുതായിരിക്കുക തന്നെയാണ്. സോ പിന്നീട് ഇവരുടെ ഒരു ടീം അപ്പ് പ്ലാൻ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു വോയിഡിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എങ്ങനെയെങ്കിലും കസാൻഡ്ര നോവയെ തോപ്പിക്കണം. കസാൻഡ്ര നോവയെ തോപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വോയിഡിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. കാരണം ഇതിനു മുമ്പ് അവിടെ ചെന്നപ്പോഴത്തേക്കും കസാൻഡ്ര നോവ ഡെഡ്പൂളിനോട് തന്നെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം തന്നെ. സോ പിന്നീട് ഇവരെല്ലാവരും കൂടി ടീം അപ്പ് ചേർന്ന് പ്ലാൻ ചെയ്യുന്നു. ഗാംബിറ്റ്, എലക്ട്ര, ബ്ലേഡ്, X-23, വോൾവറിന്, അതുകൂടാതെ ഡെഡ്പൂൾ. പക്ഷേ വൂൾവറിൻ സത്യം പറഞ്ഞാൽ ഓൾറെഡി പറയുന്നു നിങ്ങൾ എല്ലാവരും ചാകാനാണ് പോകുന്നത്, എനിക്ക് ഈ ഒരു ഫൈറ്റിനകത്ത് പങ്കെടുക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് S-23 അതുകൂടാതെ വൂൾവറിൻ്റെ ഒരു ബോണ്ടിങ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിന് ശേഷം നമുക്ക് ആ ഒരു ഹ്യൂജ് ടീം അപ്പ് ഫൈറ്റാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെല്ലാവരും കൂടിയിട്ട് കസാൻഡ്ര നോവയുടെ ആ ഒരു ബേസിൽ പോകുന്നു. പിന്നെ നമുക്ക് കുറേയധികം രീതിയിലുള്ള നല്ലൊരു ആക്ഷൻ സീക്വൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെയൊക്കെ ഇടയിൽ പൈറോയും പാഡോക്സും തമ്മിയിട്ട് കുറേയധികം ഡീൽ ഉണ്ടാക്കി നമുക്ക് കാണാൻ കഴിഞ്ഞായിരുന്നു. അതായത് പറഞ്ഞാൽ പാഡോക്സിന് എങ്ങനെയെങ്കിലും കസാൻഡ്ര നോവയെ കൊല്ലണം. സോ പൈറോയും പറയുന്നു ഞാനും പുള്ളിക്കാരി എന്നെ ഒരു എന്താ പറയുക ഒരു വേലക്കാരനെ പോലെയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കും എന്താണെങ്കിലും കൊല്ലണം. അതിന് വേണ്ടിയിട്ട് കുറേ ക്രെഡിറ്റ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കറന്റ് ജഗൺനെറ്റിൻ്റെ ആ ഒരു ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ പുള്ളിക്കാരിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ X-23 ആ ഒരു ഹെൽമെറ്റ് കൊണ്ടുവന്ന് ഡെഡ്പൂളിന് കൊടുക്കുന്നു ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ. ആൻഡ് അത് തലയിൽ വയ്ക്കുന്നു. ആൻഡ് അങ്ങനെ അവർ ഫൈനലി കസാൻഡ്ര നോവയെ കൺട്രോളിൽ കൊണ്ടുവരാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ വൂൾവറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ചെറിയൊരു രീതിയിലൊരു സിനോപ്സിസ് എന്നുള്ള അല്ലെങ്കിൽ ഒരു സമ്മറി എന്നുള്ള രീതിയിൽ അവർ നമ്മളെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു സിനിമയുടെ ഈ ഒരു ഇപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള പ്ലോട്ട് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് അത് കണ്ടിരുന്നെങ്കിൽ അത് അവർ കാണിച്ചിരുന്നെങ്കിൽ, അതായത് ഈ ഒരു വൂൾവറിൻ്റെ ആ ഒരു വേൾഡിലേക്ക് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് എന്തെങ്കിലും ചെയ്ത് പോയിട്ട് പുള്ളിക്കാരൻ എങ്ങനെയാണ് ഈ പറഞ്ഞ എക്സ്മാൻസിനെയൊക്കെ കൊന്നത്, എന്ത് റീസണാണ് അത് അവർ ഫിക്സ് ചെയ്യാനുള്ളൊരു കാര്യം കാണിച്ചത് കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഈ ഒരു പ്ലോട്ടിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം പുള്ളിക്കാരൻ ആ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം സാഡ് ആയിട്ടുള്ള എത്രത്തോളം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ കൂടിയാണ് ഈ ഒരു വൂൾവറിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അതായത് മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്താണ് വൂൾവറിനും കസാൻഡ്ര നോവയും കൂടി സംസാരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഫൈനലി ഇവർ കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് ഇതേ സെയിം സമയത്ത് പൈറോ കയറി വന്നിട്ട് 2-3 വെടിവെക്കുന്നു. സോ കസാൻഡ്ര നോവ ഇപ്പം മരിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വൂൾവറിൻ ഒരു മോട്ടിവേഷണൽ ടോക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചാൾസ് എക്സേവിയർ ഒരിക്കലും തൻ്റെ അനിയത്തിയെ വേണ്ടെന്ന് വെച്ചിട്ടില്ല. പുള്ളിക്കാരൻ അറിയില്ലായിരുന്നു. പുള്ളിക്കാരൻ അറിഞ്ഞിരുന്നെങ്കിൽ ഏത് യൂണിവേഴ്സിൽ വന്നിട്ടാണെങ്കിലും ചാൾസ് സേവ് ചെയ്തതെന്നൊക്കെ പറയുന്നു. ആൻഡ് ഫൈനലി അവർ പറയുന്നു ഓക്കെ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഹെൽമെറ്റ് വരാം, പക്ഷേ ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾക്ക് ജസ്റ്റ് തിരിച്ച് വീട്ടിൽ പോയാൽ മാത്രം മതി. സോ ആ ഒരു ഡീൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ജഗർനെറ്റിൻ്റെ ആ ഒരു ഹെൽമെറ്റ് വരുന്നു. പുള്ളിക്കാരി തിരിച്ച് ഹെൽത്ത് റീജെയിൻ ചെയ്യുന്നു. പിന്നീട് വൂൾവറിനെയും ഡെഡ്പൂളിനെയും തിരിച്ച് അവിടുത്തെ എർത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ആ ഒരു ഡോക്ടർ സ്ട്രേഞ്ചിന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈയിടയ്ക്ക് ഒരു ഡോക്ടർ സ്ട്രേഞ്ച് ഈ ഒരു വേൾഡിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരനെ ഞാൻ കൊന്നിട്ടുണ്ടായിരുന്നു എന്ന് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ കൊന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഏത് വർഷമാണ് നമുക്കറിയില്ല. നമ്മുടെ ബെൻഡിക് കംബർബാച്ചിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും വേർഷൻ ആയിരിക്കാം, സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ അതാണ് നമുക്ക് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ആ ഒരു പോർട്ടൽ യൂസ് ചെയ്തിട്ട് ഇവർ തിരിച്ച് ഇവരുടെ എർത്തിലേക്ക് വരുന്നു. ആൻഡ് ഇവരുടെ എർത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇവർ നേരെ പാഡോക്സിനെ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അവിടെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പാഡോക്സ് ആണെങ്കിൽ ടൈം റിപ്പർ യൂസ് ചെയ്തിട്ട് ഈ എൻറ്റയർ ടൈം ലൈൻ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ആൻഡ് ഇതേ സമയം കസാൻഡ്ര നോവയും ഈ ഒരു എർത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പൈറോയെ കൊന്നു കളയുന്നു. ആൻഡ് കസാൻഡ്ര നോവ പാഡോക്സിനെ പിടിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറയുന്നു എനിക്ക് പുതിയൊരു പ്ലാനാണ് ഉള്ളത്. അതായത് ഈ കാണുന്ന എല്ലാ മൾട്ടിവേഴ്സും ഞാൻ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഒറ്റൊരു സാധനം മാത്രമാക്കും, അതായത് വോയിഡ് മാത്രമാക്കും. കാരണം പുള്ളിക്കാരിക്ക് വോയിഡ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതാണ് എൻ്റെ വില്ലൻ മോട്ടിവേഷൻ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നമ്മുടെ റിവ്യൂഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് അത്രയ്ക്ക് വലിയ മോട്ടിവേഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കിയെടുത്ത ഒരു വില്ലൻ മോട്ടിവേഷൻ ആയിട്ട് മാത്രമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പ്ലോട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു പുള്ളിക്കാരി ഒമേഗ ലെവൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മ്യൂട്ടൻ തന്നെയാണ്. സോ ഡെഡ്പൂളിനെയും വൂൾവറിനെയൊക്കെ പുള്ളിക്കാരി ഫ്ലിക്ക് ചെയ്ത് പറത്തി എറിയുന്നു. അതിനുശേഷം പാഡോക്സിനെയും
പിടിച്ചുകൊണ്ട് പുള്ളിക്കാരി നേരെ പോയി ടൈം റിപ്പർ യൂസ് ചെയ്യാൻ പോകുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇതേ ഈ സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ജസ്റ്റ് ചെറിയൊരു ടീസ് ഡെഡ്പൂൾ കോറിനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത് മറ്റേ റയാൻ റെനോൾഡ്സ് പറയുന്നത് മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോൾ കസാൻഡ്ര നോവ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ആൻഡ് ആ ഒരു പോർട്ടലിൽ കൂടി എല്ലാ ഡെഡ്പൂൾസും വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലീഡറായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഈ ഒരു ലേഡി ഡെഡ്പൂൾ തന്നെയാണ്. അതിനകത്ത് നമുക്ക് ഒത്തിരി വേരിയേഷൻ ഓഫ് ഡെഡ്പൂളിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കുട്ടി ഡെഡ്പൂള്, പിന്നെ സ്കെലിറ്റൺ ആയിട്ടുള്ള ഡെഡ്പൂള്, സാമുറൈ, അതേപോലത്തെ ഒത്തിരി ടൈപ്പ് ഓഫ് ഡെഡ്പൂൾസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നീട് ഇവർ തമ്മിയിട്ടുള്ള ഒരു ഫൈറ്റാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഫൈറ്റിനകത്തുള്ള ഏറ്റവും വലിയ യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, യെസ്, ഓരോ കോമിക്സ് ബുക്ക് ഫാൻസിൻ്റെയും ഡ്രീം കം ട്രൂ. അതായതെന്ന് പറഞ്ഞാൽ വൂൾവറിൻ ആ ഒരു മാസ്ക് ഇടുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മാസ്ക് ആദ്യമായിട്ടാണ് വൂൾവറിൻ ഏതൊരു ലൈവ് ആക്ഷനിലും ഹ്യൂജ് ജാക്ക്മാൻ്റെ വൂൾവറിൻ യൂസ് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിന് ശേഷം ഇവർ തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളും, പിന്നെ കുറേയധികം കോമഡി സ്റ്റഫ് അവിടെ പട്ടിയുടെ ഉടമസ്ഥയെ കുറിച്ച് നടക്കുന്നുണ്ടായിരുന്നു. മറ്റേ റയാൻ റെനോൾഡ്സ് ഈ റയാൻ റെനോൾഡ്സും തമ്മിയിട്ട് അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ തമ്മിലുള്ള കുറേ ഫൈറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഈ ഒരു ഫൈറ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു ഫൈറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ആൻഡ് ഫൈറ്റ് ഫൈനലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പവേഴ്സ് ഉണ്ട്. എക്സെപ്റ്റ് ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ഡെഡ്പൂളിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഡെഡ്പൂളിനും റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അവർ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇതെങ്ങനെ നിർത്തണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ തന്നെയാണ് പീറ്റർ വരുന്നത്. സോ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഡെഡ്പൂളിൻ്റെ എല്ലാ യൂണിവേഴ്സിനകത്തും ഒരു പീറ്റർ ഉണ്ട്. പീറ്റർ വന്നിട്ട് എല്ലാ ഫൈറ്റും സ്റ്റോപ്പ് ചെയ്യും. കാരണം ഐ ആം ദ ഗോഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് എല്ലാ ഫൈറ്റും സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതേ സമയത്ത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം റിപ്പർ യൂസ് ചെയ്യുന്ന കസാൻഡ്ര നോവയെ നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡെഡ്പൂളും വൂൾവറിനും കൂടി ചെല്ലുന്നു. പാഡോക്സിനോട് ചോദിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ സാധനം സ്റ്റോപ്പ് ചെയ്യാം. പാഡോക്സ് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതായത് നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മരിച്ചിരിക്കും. അതായത് അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കൊണ്ടിട്ട് ഒരു ആറ്റോം മോളിക്യൂൾ പോലും രക്ഷപ്പെടില്ലെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീജനറേഷൻ ചെയ്യാൻ പറ്റുന്ന മ്യൂട്ടൻസ് തന്നെയാണ്. സോ വൂൾവറിൻ പറയുന്നു ഞാൻ പോയി വേൾഡിനെ രക്ഷപ്പെടുത്താം, നേരത്തെ വേർഷൻ ഓഫ് ലോഗൻ ചെയ്തതുപോലെ. പക്ഷേ ഡെഡ്പൂൾ പറയുന്നു നോ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആദ്യം ഡെഡ്പൂൾ പോകുന്നു. ആൻഡ് അതിനുശേഷം ഡെഡ്പൂളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വൂൾവറിൻ പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു ടൈം റിപ്പർ ഡിസ്ട്രോയ് ചെയ്യുന്നു. അത് ഡിസ്ട്രോയ് ചെയ്തപ്പോൾ അത് ഓവർ പവർ ചെയ്തിട്ട് കസാൻഡ്ര നോവയെ മരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫൈനലി അങ്ങനെ വേൾഡിനെ ഇവർ സേവ് ചെയ്യുന്നു. അതായത് ഈ ഒരു ടൈം ലൈനിനെ തന്നെ ഇവർ സേവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ്, എൻ്റെ പൊന്നോ ഹ്യൂജ് ജാക്ക്മാൻ്റെ ബോഡി ഒരു രക്ഷയില്ല. 55 വയസ്സുണ്ട് പുള്ളിക്ക്, ഇപ്പോഴും ആ ഒരു 6 പാക്ക്. എൻ്റെ പൊന്നെ, പുള്ളിക്കാരൻ ഇതിന് വേണ്ടിയിട്ട് മാത്രം എത്ര അധ്വാനിച്ചിട്ടുണ്ടാവും, അതാണ് ഞാൻ ആലോചിച്ചത്. കാരണം അത്രയും ഈ ഒരു പ്രായത്തിൽ ഇങ്ങനൊരു ബോഡി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ്, അല്ലാതെ വേറെ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കില്ല. പിന്നീട് B15 വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. B15 നമ്മൾ ലോക്കി സീരീസിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം പുള്ളിക്കാരിയാണ് കറന്റ് ടിവിയുടെ അതോറിറ്റി ലെവലിനകത്തുള്ളത്. ആൻഡ് പുള്ളിക്കാരി വന്നിട്ട് പാഡോക്സിനെ പിടിച്ചുകൊണ്ടും പോകുന്നു. ആൻഡ് സിനിമ തീർന്നു. ഹാപ്പി. അതായത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയിലൊക്കെ നമ്മൾ ലാസ്റ്റ് കാണുന്ന പോലെ ഫാമിലി റിയൂണിയൻ എന്നുള്ള പോലെ ഈ സിനിമയ്ക്കകത്ത് നമുക്ക് ഫാമിലി റിയൂണിയൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് എനിക്ക് എന്താണെന്നറിയില്ല, X-23 മാത്രമേ അവർ സത്യം പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഫാമിലി ഡിന്നർ ആ ഒരു ടേബിളിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ബാക്കി ബ്ലേഡ്, എലക്ട്ര, ഗാംബിറ്റ് ഇവരൊക്കെ ഇവിടെ പോയി. അവരൊക്കെ അവരുടെ റെസ്പെക്റ്റീവ് യൂണിവേഴ്സിൽ പോയില്ല എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് സിനിമ തീരുന്നു. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പോസ്റ്റ് ക്രെഡിറ്റ് സീനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള കമിയോസിന്റെ ഓരോ റാങ്ക് അപ്പ് ചെയ്ത് നമുക്ക് ലിസ്റ്റ് എടുക്കാം. സോ ഹെൻറി കാവിലിന്റെ ചെറിയൊരു സീനായിരുന്നു നമുക്ക് കിട്ടിയെങ്കിലും ഹെൻറി കാവിൽ ആസ് എ വൂൾവറിൻ അത് ഭയങ്കര കിടിലനായിട്ട് തന്നെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഹൾക്കിന്റെ ചെറിയൊരു ടീസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒരു ചെറിയൊരു കമിയോ ആയിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എടുത്ത് പറഞ്ഞ ക്രിസ് എവൻസിന്റെ മറ്റേ ഹ്യൂമൻ ടോർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന്റെ കമിയോ തന്നെയാണ്. അത് അത്യാവശ്യം എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു കമിയോ ആണ്. കാരണം ഇതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കമിയോസും അത്യാവശ്യം എക്സ്റ്റെൻഡ് ആയിട്ടുള്ള കമിയോസ് തന്നെയായിരുന്നു. ആൻഡ് ക്രിസ് എവൻസ് ഒരിക്കൽ കൂടി വൺ കിടിലനായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നീട് എടുത്ത് പറയേണ്ട എലക്ട്രയെ കുറിച്ച് തന്നെയാണ്. എലക്ട്രയെ നമ്മൾ ആദ്യമായി കാണുന്നത് ഒറിജിനൽ ഡെയർ ഡെവിളിന്റെ സിനിമയിൽ തന്നെയാണ്. ആരായിരുന്നു മറ്റേ പുള്ളി, നമ്മുടെ ബാറ്റ്മാൻ ബെൻ ആഫ്ലെക്കിന്റെ ഡെയർ ഡെവിളിന്റെ സിനിമയ്ക്കകത്തായിരുന്നു നമ്മൾ ആദ്യമായി എലക്ട്രയെ കാണുന്നത്. അതിനുശേഷം എലക്ട്രയ്ക്ക് സെപ്പറേറ്റ് ഒരു ഫിലിമും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ജെനിഫർ ഗാർണർ ഈ പ്രായത്തിലും പുള്ളിക്കാരി ആ ഒരു ക്യാരക്ടറിനെ വൺ കിടിലനായിട്ട് തന്നെ പുള്ളിക്കാരിക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട മൈ മാൻ
വീസ്ലി സ്നൈപ്സിന്റെ ബ്ലേഡിന്റെ ക്യാരക്ടർ തന്നെയാണ്. റീസെന്റ് നമ്മുടെ ന്യൂസ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർഷാല അലിയുടെ ആ ഒരു ബ്ലേഡ് സിനിമയെ കുറിച്ച് തന്നെ പുള്ളിക്കാരൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊന്നും നടക്കാൻ പോണില്ല, ഞാൻ പണ്ടൊക്കെ ഞാൻ ബ്ലേഡ് ഉണ്ടാക്കിയതിന്റെ അവസ്ഥ എനിക്കറിയാം. കാരണം ഈ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ വേറൊരു ഡയലോഗും കൂടി ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ദർ വിൽ ബി ഓൺലി വൺ ആൻഡ് ഓൺലി മീ, ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം എനിക്ക് വേറെ വേരിയൻസ് ഒന്നും ഉണ്ടാവില്ലെന്ന് പുള്ളിക്കാരൻ പറയുന്ന ആ ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് അത് OG വീസ്ലി സ്നൈപ്സ് തന്നെ ആ ഒരു ബ്ലേഡിന്റെ ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയണ്ടേ, ആസ് ഒരു ഫാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. പിന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കമിയോ തന്നെയാണ് ഷാനിൻ ടാറ്റത്തിന്റെ ഗാംബിറ്റിന്റെ ക്യാരക്ടർ. നമ്മൾ ഗാംബിറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന എക്സ്മെൻ ഒറിജിൻസ് വൂൾവറിൻ സിനിമയ്ക്കകത്ത് ഒരു ഗാംബിറ്റിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ നൈസ് തന്നെയായിരുന്നു, പക്ഷേ ഷാനിങ് ടാറ്റം കുറച്ചും കൂടി ഡിസർവിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം പുള്ളിക്കാരനെ വെച്ചൊരു ഇൻഡിവിജ്വൽ ഗാംബിറ്റിന്റെ പടം കുറേ നാളായിട്ട് മാർവൽ ആലോചിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഫൈനലി അതവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ സിനിമയിലെങ്കിലും ഷാനിൻ ടാറ്റത്തിന് ആ ഒരു എന്താ പറയുക ഗാംബിറ്റിന്റെ ക്യാരക്ടറിനെ ചെയ്യാൻ സാധിച്ചത് അത് വൺ പൊളി തന്നെയായിരുന്നു. ആൻഡ് പുള്ളിക്കാരൻ ആ ഒരു കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഗാംബിറ്റിന്റെ കോസ്റ്റ്യൂം കൂടി തന്നെയായിരുന്നു ഈ ഒരു സിനിമയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ X-23 നമ്മൾ ലോഗനിൽ കണ്ടെത്തുള്ളത് തന്നെയാണ്. ആൻഡ് ഈ സിനിമയ്ക്കകത്ത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ലോഗനിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ സെയിം സൺഗ്ലാസ് വെച്ചാണ് പുള്ളിക്കാരി ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനും സാധിച്ചിട്ടുള്ളത്. ഇനി എടുത്ത് പറയേണ്ടത് ഡെഡ്പൂൾ കോർപ്സിനെ കുറിച്ച് തന്നെയാണ്. ഡെഡ്പൂൾ കോർപ്സിനകത്ത് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെക്കുലേറ്റ് ചെയ്തത് തന്നെയായിരുന്നു ലേഡി ഡെഡ്പൂൾ ആരായിരിക്കും എന്നുള്ളൊരു കാര്യം. സിനിമയ്ക്കകത്ത് ത്രൂ ഔട്ട് ഈ പറഞ്ഞ ഡെഡ്പൂൾ കോർപ്സ് എന്ന് പറയുന്ന ഒരു ഡെഡ്പൂളിന്റെ മുഖം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ക്രെഡിറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലേക്ക് ലൈവ്ലി തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ടൈലർ സ്വിഫ്റ്റ് ചെയ്തില്ല. സോ സാഡ്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൗബോയ് വേർഷൻ, ഡോഗ് വേർഷൻ, ബേബി വേർഷൻ, സാമുറൈ വേർഷൻ, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് വേർഷൻ ഓഫ് ഡെഡ്പൂളിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്രയും കമിയോസ് ഉണ്ടായിരുന്നെങ്കിലും TV ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്ത സമയത്ത് അവർക്ക് ഒരു കമിയോ കൊണ്ടുവരായിരുന്നു. ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചാണ്. മറ്റാരുമല്ല, നമ്മുടെ ടോം ഹിഡിൽസന്റെ ലോക്കിയുടെ ക്യാരക്ടർ തന്നെ. കാരണം ലോക്കി ശരിക്കും ഡിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയ്ക്കകത്ത് ആസ് ഒരു കമിയോ എന്നുള്ള രീതിയിൽ വരാൻ വേണ്ടി തന്നെ. കാരണം നമുക്കറിയാം ഇപ്പോൾ ആ ഒരു മൾട്ടിവേഴ്സിന്റെ ഗോഡ് മറ്റാരുമല്ല, നമ്മുടെ ലോക്കി അണ്ണൻ തന്നെയാണ്. സോ ലോക്കി അണ്ണനെ ഞാൻ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്തു. കാരണം അണ്ണൻ പോയിട്ടുള്ള പല സ്ഥലങ്ങളിൽ കൂടി നമ്മൾ ഇവർ വീണ്ടും പോകുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോക്കി അണ്ണനെ. ആൻഡ് ഇനി നമുക്ക് നേരെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് പോവാം. സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും റെലവെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു റെലവെന്റും എന്താണെങ്കിലും പോസ്റ്റ് ക്രെഡിറ്റ് സീന് ഇല്ല. അതായത് പറയാം എങ്ങനെയാണ് ഹ്യൂമൻ ടോർച്ച് മരിച്ചതെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് കണ്ടുപിടിക്കാൻ പോകുന്ന ഡെഡ്പൂളിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഈ എന്താ പറയണ്ട ചില പോൺ ഒക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേ അതിനകത്ത് MMS പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കില്ല ആരായിരിക്കും സത്യം പറഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്തത്. അത് കണ്ടുപിടിക്കാൻ പോകുന്ന റയാൻ റെനോൾഡ്സിന്റെ വേർഷൻ ഓഫ് ഡെഡ്പൂളിനെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തൊക്കെ ഞാൻ ഇത്രയേ പറയുള്ളൂ, അവർക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു ക്ലിഫ് ഹാങ്ങർ പോലെ അവർ നമ്മളെ വച്ചു തന്നിട്ടുള്ളൊരു സാധനം തന്നെയായിരുന്നു. അതായത് പറഞ്ഞാൽ ആദ്യം ഡെഡ്പൂൾ TVയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകുമ്പോഴത്തേക്കും അവിടെ നമ്മളൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ തോറ് കരയെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, ഡെഡ്പൂൾ ചാകാൻ കിടക്കുന്നത്. ഒന്ന് ആലോചിക്കുക, ആ സെയിം സീന് ഇവര് പോസ്റ്റ് ക്രെഡിറ്റ് സീനാക്കി കാണിച്ചിരുന്നെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. കാരണം ആ ഒരു സീനിന് മാത്രമേ സത്യം പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി ഉള്ളൂ എന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് നോക്കിയാൽ ഒരു സെൽഫ് കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞാൽ കുറേ കാലമായി വലിയ അതായത് ചത്ത് കിടന്ന മാർവലിനെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്തി എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ലൈക്ക് ലോക്കിയുടെ സീസൺ 2 ലോക്കി ചെയ്ത പോലെ ഫുൾ മൾട്ടിവേഴ്സിനെ ഒന്നിപ്പിക്കുക, അതേപോലത്തെ അങ്ങനത്തെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പുള്ളിക്കാരൻ ജീസസ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് വിഷ് മാത്രമാണ്, അല്ലാതെ ജീസസ് ഒന്നും ഇതിനകത്ത് ചുമ്മാ കൂടെ അങ്ങോട്ട് തെക്ക് വടക്ക് ഓടിയിട്ട് മാർവൽ ജീസസ് എന്ന് പറഞ്ഞ ജീസസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ലൈഫ് ഓൾട്ടറിങ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഒന്നും നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു തോറ് എന്തുകൊണ്ടാണ് തോറ് കരയുന്നതെന്നുള്ള ആ ഒരു സാധനം ഇതിനകത്ത് ഡെഡ്പൂൾ തന്നെ ചോദിക്കുന്നുണ്ട് പല സിറ്റുവേഷനകത്ത്. അത് അവർ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇട്ടിരുന്നത് കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഓവറോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ നമ്മുടെ റിവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു 7 ഒരു കട്ട മാർവൽ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 റേറ്റിംഗ് വരെ കൊടുക്കുക. പക്ഷെ ഒരു നല്ലൊരു സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ അത്യാവശ്യം എൻ്റർടൈനിങ് ഫൺ ആയിട്ടുള്ളൊരു സിനിമയായിട്ട് തന്നെയാണ് ഡെഡ്പൂൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് മാർവൽ ഇപ്പം ജീവനോടെ ഉണ്ടോ എന്ന് വെച്ചാൽ യെസ്, മാർവൽ ഈസ് ബാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അഗേതയുടെ സീരീസ് വരുന്നുണ്ട്. എല്ലാം തീർന്നു. ഞാൻ പോയി. ടാറ്റ, ബൈ ബൈ, സീ യു.